അവൻ കാത്തിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു. മിൻ അബിൻ, അവന്റെ ഉപ്പയിൽ നിന്ന്, ഔ ഉമ്മിൻ, അല്ലെങ്കിൽ അവന്റെ ഉമ്മയിൽ നിന്ന്, ഔ അഖിൻ, അല്ലെങ്കിൽ അവന്റെ സഹോദരനിൽ നിന്ന്, ഔ സദീഖിൻ, അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരിൽ നിന്ന് ആരെങ്കിലും ദുആ ചെയ്യുന്നുണ്ടോ എന്ന് അവൻ ഖബറിൽ വെച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫഇദാ ലഹിഖതുഹു ഇലൈഹി, ആ ദുആ അവനിലേക്ക് എത്തിച്ചേർന്നാൽ, കാന അഹബ്ബ ഇലൈഹി മിനദ്ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവിനേക്കാളും ദുനിയാവിലെ സർവ്വ വസ്തുക്കളെക്കാളും ഏറ്റവും ഇഷ്ടം ആ പ്രാർത്ഥനയോടായിരിക്കും. വഇന്നല്ലാഹ അസ്സ വജല്ല ലയുദ്ഖിലു അലാ അഹ്ലിൽ ഖുബൂരി മിൻ ദുആഇ അഹ്ലിൽ അർദ്, അല്ലാഹു തആല ഭൂമിയിലുള്ള ആളുകളുടെ പ്രാർത്ഥനകളിൽ നിന്ന് അപരാളികളുടെ മേൽ പ്രവേശിപ്പിക്കും. കഅംസാലിൽ ജിബാലി, പർവ്വതങ്ങളെ പോലെ, പർവ്വതങ്ങൾക്ക് സമാനമായ നിലയിലുള്ള പ്രതിഫലത്തെ അവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കും. വഇന്ന ഹദിയത്തൽ അഹ്യാഇ ഇലൽ അംവാത്, മരിച്ചുപോയവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന ഹദിയ, സമ്മാനം, അൽ ഇസ്തിഗ്ഫാറു ലഹും, അവർക്ക് വേണ്ടിയുള്ള പൊറുക്കലിനെ തേടലാണ്. ആ പൊറുക്കലിനെ തേടുന്നതിന്റെ മുമ്പ് നടന്നതാണ് തഹ്ലീൽ. ഖുർആനിൽ റബ്ബ് പറഞ്ഞു, സൂറത്ത് മുഹമ്മദ് എന്ന അധ്യായത്തിലെ 19-ാമത്തെ വചനം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നബിയെ അങ്ങ് അറിയണം, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന്. വസ്തഗ്ഫിർ ലിദംബിക, അങ്ങ് പൊറുക്കലിനെ തേടണം. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പൊറുക്കലിനെ തേടണം എന്ന് മുത്തുനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൽപ്പനയാണ് നാം തഹ്ലീലിലൂടെ, ഫാത്തിഹയിലൂടെ, യാസീനിലൂടെ ഇവിടെ നാം ചൊല്ലി ദുആ ചെയ്യാൻ പോകുന്നത്. ഒരൊറ്റ കാര്യവും മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ അവശേഷിക്കും ഒരാൾക്ക്. അതിൽ മൂന്നാമത്തത് വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല മക്കൾ. നൊന്തുപറ്റ ഉമ്മയെ മറക്കരുത്, പോറ്റി വളർത്തിയ ഉപ്പയെ മറക്കരുത്, നമ്മെ നാമാക്കിയവരെ മറക്കരുത്. അവർക്ക് ദുആ ചെയ്യണം, അവർക്ക് ഖത്മുകൾ കൊടുക്കണം. അതിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എളുപ്പത്തിൽ ഖത്മുകൾ പൂർത്തിയാക്കാൻ ചില സൂറത്തുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട സൂറത്താണ് സൂറത്ത് യാസീൻ. യാസീൻ സൂറത്ത് ഒരാൾ ഒരു തവണ ഓതിയാൽ 10 തവണ വിശുദ്ധ ഖുർആൻ മുഴുവനും ഓതിയതുപോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ സൂറത്തുൽ ഖദർ 4 തവണ ഒരാൾ ഓതിയാൽ ഒരു ഖത്മിന് കിടപിടിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഒരു തവണ ഓതിയാൽ ഖുർആനിന്റെ പകുതിക്ക് കിടപിടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. 2 തവണ ഓതിയാൽ ഒരു ഖത്മിന് കിടപിടിക്കും. വൽ ആദിയാതു ളബ്ഹ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഒരു തവണ ഓതിയാൽ ഖുർആനിന്റെ പകുതിക്ക് കിടപിടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. 2 തവണ ഓതിയാൽ ഒരു ഖത്മിന് കിടപിടിക്കും. 4 തവണ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതിയാൽ ഒരു ഖത്മിന് കിടപിടിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഇദാ ജാഅ നസ്റുല്ലാഹ് എന്ന് തുടങ്ങുന്ന സൂറത്തുൻ നസ്ർ 4 തവണ ഓതിയാൽ ഒരു ഖത്മിന് കിടപിടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതിയാൽ ഒരു ഖത്മിന് കിടപിടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന മനപ്പാഠമുള്ള സൂറത്തുകളാണ്. ദിവസവും ഒരു തവണയെങ്കിലും ഇതൊക്കെ നാം ഹദിയ ചെയ്ത് മരിച്ചുപോയവർക്ക് വേണ്ടി ഹദിയ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മലപ്പുറം ജില്ല അത് സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ ജില്ലയാണ്. ഇവിടെ ശ്രീ ബാബുരാജനെ ഞാൻ കാണുന്നു. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ഈ കുടുംബവുമായിട്ടുള്ള ബന്ധമാണ്. അതുപോലെ ഒരുപാട് സഹോദര സമുദായത്തിലുള്ള ആളുകളുണ്ട്. ശ്രീ AP ഉണ്ണികൃഷ്ണൻ മരണപ്പെട്ടപ്പോൾ മദ്രസയുടെ അങ്കണത്തിലാണ് മയ്യത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വെച്ചുകൊണ്ട് വരാനും കാണാനും പോകാനും ഒക്കെ സൗകര്യം ചെയ്തു കൊടുത്തത്. നാനാജാതി മതസ്ഥർ ഉൾപ്പെടെയുള്ള
എല്ലാവരും അവിടെ സംഘടിച്ചു എന്നുള്ളതും നമ്മുടെ ഈ മലപ്പുറത്തിന്റെ ഈ പ്രത്യേകമായ കൂട്ടായ്മ അത് ഇന്ത്യക്ക് മാതൃകയാണ്. അതിൽ നിലനിർത്തണം. ലോകത്തിന് മാതൃകയാണ്. അതിൽ നിലനിർത്തണം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. നാം ഓതിയതിന്റെ മിസ്ലു സവാബിനെ വീട്ടിൽ വെച്ചുകൊണ്ടും മറ്റും ഓതിയ എല്ലാ നല്ല കാര്യങ്ങളുടെയും മിസ്ലു സവാബിനെ പ്രിയപ്പെട്ട നാസർ സാഹിബിന്റെ പ്രിയപ്പെട്ട പൊന്നമാതാവിന്റെ ഹദറത്തിലേക്ക്, പിതാവിന്റെ ഹദറത്തിലേക്ക്, അവരോടൊന്നിച്ച് കിടക്കുന്നവരിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. എറണാകുളത്ത് ഗംഗാധരൻ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ നാസർ സാഹിബിന്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഈ വിനീതനും സാധിച്ചിട്ടുണ്ട്. ഒട്ടനവധി പ്രയാസങ്ങൾ മഹദി സഹിച്ചിട്ടുണ്ട്. ഓറഫ എന്ന് പറയുന്ന മനോഹരമായ സ്വർഗത്തിന്റെ മേൽഭാഗത്തോടെ ഉല്ലസിക്കുന്ന പേടകത്തിൽ കാലാകാലം താമസിക്കാൻ മഹദിക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹദിയോടുകൂടെ കിടക്കുന്ന എല്ലാ ഖബറാളികൾക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ അവരിലേക്കൊക്കെ അല്ലാഹു തആല നാം ഓതിയതിന്റെ മിസ്ലു സവാബിനെ എത്തിക്കട്ടെ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക, ഇതുപോലെ നമ്മുടെ മേലും ആളുകൾ ഒരുമിച്ച് കൂടും. നാമും മരിക്കും. നാം ഖബറിൽ സുരക്ഷിതത്വത്തോടുകൂടെ കിടക്കണം. അതിനൊരു സൂറത്ത് ഓതണം. മൻ ഖറഅ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറത്തിനെ ആരെങ്കിലും ഓതിയാൽ മനഅഹുല്ലാഹു തആല മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്നും അല്ലാഹുവിനെ തടഞ്ഞിരിക്കുന്നു. എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഈ സൂറത്ത് പതിവാക്കി ഇത് ഖബറിൽ നമുക്ക് എല്ലാവിധ സുരക്ഷിതത്വം ലഭിക്കാനുള്ള സൂറത്താണ്. അത് പതിവാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഓതണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ കുടുംബത്തിന് എല്ലാവിധ നിങ്ങളത് മാതാവിന്റെ വേർപാടിൽ ദുഃഖത്തിൽ എല്ലാവരും ദുഃഖിക്കുന്നത് പോലെ ഞങ്ങളും ദുഃഖിക്കുന്നതോടൊപ്പം അവരുടെ പരലോക മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദര സമുദായത്തിന്റെ സുഹൃത്തുക്കൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു. العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم النافع والداء القامع والوباء القاطع إنك مجيب سامع. وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء وتحجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا وأن تعيذ من ماتوا منا من عذاب القبر وتؤمننا وإياهم من فزع الأكبر وتنجينا وإياهم عن دار البوار وتسكننا وإياهم الفردوس من دار القرار. أرحم الراحمين يا سيدا يا الملك الجبار يا الله. الله ഈ മജ്‌ലിസിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹു ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയതിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവിനോദിയ ഖുർആൻ പാരായണത്തെയും മൗലിദ് ശരീഫിനെയും തഹ്ലീലിനെയും സ്വലവാത്തുകൾ സലാമുകൾ എല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹു
ഇതിന്റെ മിഥില സവാബിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദ ശരീഫിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അതുപോലെ മറ്റ് അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, ആരിഫീങ്ങളുടെ അർവാഹുകളിലേക്ക് ഇതിന്റെ മിഥില സവാബിനെ നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ ഹഖ് ജാഹ ബറക്കത്ത് കൊണ്ട് ഇതിന്റെ മിഥില സവാബിനെ അല്ലാഹുവേ ആ ഉമ്മയുടെ ഖബറിലേക്ക് റൂഹിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അതുപോലെ തന്നെ അവരുടെ ഭർത്താവിന്റെ റൂഹിലേക്ക്, അതുപോലെ അവരുടെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ റൂഹിലേക്ക് ഇതിന്റെ മിഥില സവാബിനെ നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹു അതുപോലെ തന്നെ ഞങ്ങളുടെയും ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, അല്ലാഹു ഞങ്ങളോട് നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച ആളുകൾ, അവരെ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെ അർവാഹുകളിലേക്കും ഇതിന്റെ മിഥില സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആ ഉമ്മയുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ വലിയ സ്വർഗീയമായ അനുഭൂതിയായി നീ അതിന്റെ മിഥില സവാബിനെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഖബറിനെ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. കണ്ടെത്താ ദൂരത്തേക്ക് വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഖബറിനെ നീ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഖബറിലേക്ക് നീ സ്വർഗ്ഗ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ സ്വർഗീയമായ ഉടയാടുകളും വിരിപ്പുകളും ഭക്ഷണപാനീയങ്ങളും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖബർ ജീവിതം നീ സുഖത്തിലും സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നാളെ അർശിന്റെ നിഴൽ ലഭിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ആ ഉമ്മയെയും മേൽ പറയപ്പെട്ട എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഖബർ ശിക്ഷയിൽ നിന്നും മഹ്ശറിലുള്ള ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും ഞങ്ങളെയും അവരെയും പ്രത്യേകിച്ച് ആ ഉമ്മയെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ലിവാഉൽ ഹംദിന്റെ തണലിൽ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ പോകുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ സിറാത്തുൽ മുസ്തഖീം വേഗത്തിൽ വിട്ടുകിടക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ നാളെ സ്വർഗ്ഗലോകത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മറ്റു സ്വാലിഹീങ്ങളോടുമൊപ്പം അല്ലാഹുവേ അവിടുത്തെ കൊട്ടാരങ്ങളിലും ആരാമങ്ങളിലും ബംഗ്ലാവുകളിലും കുടുംബസമേതം നീ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ലിഖാഉം റിളയും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഇവിടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾ ഇവിടെ ചെയ്ത അഅ്മാലുകൾ അല്ലാഹുവേ അതിന്റെ സവാബും കുറയാതെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അത് കാരണമായി ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും മാരകമായ അസുഖങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ത്വാഅത്തിലായി ഞങ്ങൾ വഴിപ്പെട്ടുകൊണ്ട് ഒരുപാട് കാലം സന്തോഷത്തോടെ സമാധാനത്തോടുകൂടെ ആഫിയത്തോടുകൂടെ ജീവിക്കാനുള്ള ദീർഘായുസ് ഞങ്ങൾക്കും അവർക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മരണശേഷം ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ ഉതകുന്ന രീതിയിലുള്ള സാലിഹീങ്ങളായ മക്കളെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മരണശേഷം ഇതുപോലെ ഒരുപാട് അഅ്മാലുകൾ ചെയ്ത് ഹദിയ ചെയ്യാൻ പറ്റുന്ന ഒരു തലമുറയെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ബിഫദ്ലിക വകറമിക വജൂദിക യാ അക്രമൽ അക്രമീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. അല്ലാഹുവേ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ക്ഷമയുടെ മിഥില സവാബ ഉമ്മയുടെയും ഉപ്പയുടെയും അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും റൂഹിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബങ്ങൾ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അന്നദാനവും ഇതുപോലുള്ള അഅ്മാലുകളും മൗലിദും ഖുർആൻ പാരായണങ്ങളും എല്ലാം നീ സ്വീകരിച്ചതിന്റെ മിഥില സവാബ് അവരുടെ ഖബറിലേക്ക് എത്തിച്ച് അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا
منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم